ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അറബിക് ഡിഷായ കബാബ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ക്യൂട്ടായിട്ടുള്ള ക്യൂട്ട് കബാബാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ റെസിപ്പിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ മെയിൻ ചേരുവയായ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് 500 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കനാണ്. ഇനി ഇത് മിൻസ് ചെയ്തെടുക്കണം. പിന്നെ ചിക്കൻ എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിക്കുന്ന ഐറ്റമാണ്. മിക്ക പേരുടെയും ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് ചിക്കൻ. എന്നാൽ മിക്കവർക്കും ഒരു കാര്യം അറിയില്ല. ചിക്കനിൽ ഒരു ബാക്ടീരിയ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പേരാണ് സാൽമോണല്ല. സാൽമോണല്ല പെരുകാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിക്കൻ സെൻറ്ററിൽ നിന്നും ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഉടൻ തന്നെ അത് കഴുകി വൃത്തിയാക്കി പാകം ചെയ്യണം. ഇനി കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനടി തന്നെ ഫ്രീസറിൽ വെക്കുകയും വേണം. അല്ലെങ്കിൽ ചിക്കൻ പുറത്ത് ഇരിക്കും തോറും കോഴിയിലുള്ള ബാക്ടീരിയ പെരുകി വരുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാൻ ശ്രമിക്കുക. നോർമൽ വെള്ളത്തിൽ ആണെങ്കിൽ ബാക്ടീരിയ പെരുകാനാണ് സഹായിക്കുന്നത്. ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ തെറിച്ചു വീണ ഭാഗം കഴുകി വൃത്തിയാക്കുകയും കൈ നന്നായി ഹാൻഡ് വാഷ് ഇട്ട് കഴുകുകയും വേണം. എന്നിട്ട് വേണം കുക്കിങ്ങിലേക്ക് കടക്കാൻ. പിന്നെ വേറൊരു കാര്യം, പച്ചക്കറിയും ഇറച്ചിയും കട്ട് ചെയ്യാൻ വെവ്വേറെ കട്ടിംഗ് ബോർഡും കത്തിയും കരുതി വെക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യണം. അല്ലെങ്കിൽ കൈവിരലിൽ മോതിരം റിമൂവ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യണം. അതുപോലെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്യണം. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കോഴിമുട്ടയിലും സാൽമോണല്ല ബാക്ടീരിയ ഉണ്ട്. മുട്ട പാകം ചെയ്യുമ്പോൾ നന്നായി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. നമുക്കും നമ്മുടെ അടുക്കളയെ ഹെൽത്തിയാക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പോൾ ചിക്കൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിച്ചപ്പ്, സ്പ്രിംഗ് ഓണിയൻ 2 തണ്ട് ചെറുതായി കട്ട് ചെയ്തത്, ഒരു സബോള പൊടിയായി അരിഞ്ഞത്, ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളകും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 2 ടേബിൾ സ്പൂൺ കടൽപ്പൊടിയും. ഇനി ഇവയെല്ലാം കൂടി നന്നായി ചേർന്ന് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനത്തെ ചേരുവയായ ഒരു മുട്ട പതിപ്പിച്ചതും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കൈകളിലും എണ്ണ തടവിയിട്ടുണ്ട്. റോൾ ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ക്യൂട്ടായിട്ട് തന്നെ ചെറിയ റോളാക്കിയെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂട്ട് കബാബ് ഓരോന്നായി നിരത്തി കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് കബാബ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റിയായ ക്യൂട്ട് കബാബ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.